കിടക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ബിറ്റുമിൻ? ഓക്കെ, ഓപ്ഷൻസ് ഞാൻ എഴുതുകയാണ്. സ്ലംബ് ടെസ്റ്റ്, ഓക്കെ, അബ്രേഷൻ ടെസ്റ്റ്, പെനിട്രേഷൻ ടെസ്റ്റ്, ഫൈനസ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഏത് ടെസ്റ്റാണ് നമുക്ക് ബിറ്റുമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് ഒബ്വിയസ്ലി പെനിട്രേഷൻ ടെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റിൽ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ബിറ്റുമിന്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയും. എന്താണ്? ബിറ്റുമിന്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെനിട്രേഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനിലുള്ള സ്ലംബ് ടെസ്റ്റ് എന്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? അത്യാവശ്യ ടെസ്റ്റുകളുടെ ഒരു ബേസിക് നോളജ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലം ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. റിസൾട്ടിനെ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? റിസൾട്ടിനെ നമ്മൾ MM-ലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഓപ്ഷനിലുള്ള എന്താണ്? അബ്രേഷൻ ടെസ്റ്റ് എന്ന് പറയും. എന്താണ് അബ്രേഷൻ ടെസ്റ്റ്? അഗ്രിഗേറ്റിന്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ അബ്രേസീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അബ്രേഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ടു മെഷർ ഹാർഡ്നെസ് അല്ലെങ്കിൽ അബ്രേസീവ് റെസിസ്റ്റൻസ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രേഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊക്കെ അബ്രേഷൻ ടെസ്റ്റ് ഉണ്ട്? നിങ്ങൾക്ക് നെയിം ചെയ്ത് പറയാൻ പറ്റുമോ? ലോസ് ഏഞ്ചൽസ് അബ്രേഷൻ ടെസ്റ്റ് ഉണ്ട്, ഡേവൽ ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം അബ്രേഷൻ ടെസ്റ്റുകളുടെ പേരാണെന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കുക. ഇനി നമുക്കുള്ളത് ഒരു ഫൈനസ് ടെസ്റ്റ്. ഇതെന്തിനായിരിക്കാം ഉപയോഗിക്കുന്നത്? ഒരു സിമെന്റിലെ അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ഗ്രെയിൻ സൈസ് സിമെന്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടു മെഷർ ആവറേജ് ഗ്രെയിൻ സൈസ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈനസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ടൈൽസിന്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ടൈൽസ്? ടൈല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്? ബ്രേക്കിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ്, ഇമ്പാക്റ്റ് ടെസ്റ്റ്, ട്രാൻസ്ഫർ സ്ട്രെങ്ത് ടെസ്റ്റ്, വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 1, 2 and 3, ഓപ്ഷൻ സി 1, 2 and 4, ഓപ്ഷൻ ഡി 1, 2, 3 and 4. ഇത്രയും ടെസ്റ്റ് നമ്മൾ ടൈൽസിന് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഏതൊക്കെ? ബ്രേക്കിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ്, ട്രാൻസ്ഫർ സ്ട്രെങ്ത് ടെസ്റ്റ്, വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. ഇതെല്ലാം നമ്മൾ ടൈൽസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഈ ടെസ്റ്റുകളുടെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഏതൊക്കെ ടെസ്റ്റ് ചെയ്യുമെന്നൊന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യുവൻസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്? ഗ്ലാസിന്റെ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ട് ആസ് ആൻ ആക്സിലറേറ്റർ. എന്തിനാണ് ആക്സിലറേറ്റർ? ഫോർ ഫ്യൂഷൻ ഓഫ് ഗ്ലാസ് ആൻഡ് എക്സസ് ഓഫ് വിച്ച് വിൽ ബി ഹാർംഫുൾ. നമ്മുടെ ഗ്ലാസിന്റെ ഫ്യൂഷന് വേണ്ടി, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, ആ ഗ്ലാസിന്റെ ഫ്യൂഷന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആക്സിലറേറ്റർ ആയിട്ട് ഈ പറയുന്നവയിൽ ഏതാണ് ഗ്ലാസ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? പക്ഷേ ഇതിന്റെ എക്സസ് കോൺസ്റ്റിറ്റ്യുവന്റ് ഹാർംഫുള്ളും ആണ്. ഓക്കെ, സോഡ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതിന് ഉപയോഗിക്കുന്നത്, സോഡ. അപ്പൊ ഈ സിലിക്ക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഏതൊരു ടൈപ്പ് ഗ്ലാസ് എടുത്താലും അതിലെ മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് എന്താണ്? മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറഞ്ഞാൽ സിലിക്കയാണ്. സിലിക്കയാണ് മേജർ കോൺസ്റ്റിറ്റ്യുവന്റ്. ഓക്കെ, മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് ഏത് ടൈപ്പ് ഗ്ലാസ് ആയിക്കോട്ടെ, ഓൾ ടൈപ്പ് ഓഫ് ഗ്ലാസ്, സിലിക്കയാണ് മേജർ കോൺസ്റ്റിറ്റ്യുവന്റ്. ഇനി ഗ്ലാസിന് ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ആളാരാണ്?
ഗ്ലാസിന് ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ആളാണ് പൊട്ടാഷ്. ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി ടു ഗ്ലാസ്. ഇനി കള്ളറ്റ് ആണെങ്കിലോ, എന്തുവാണ് ഈ കള്ളറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ബ്രോക്കൺ ഗ്ലാസസ് എന്ന് പറയും. ഗ്ലാസ് കുപ്പിച്ചില്ലുകൾ ഉണ്ടല്ലോ, അതിനെയാണ് പറയുന്ന കള്ളറ്റ്സ്, ബ്രോക്കൺ ഗ്ലാസസ്. ഇത് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കും. ഗ്ലാസ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഒരു റോ മെറ്റീരിയൽ, മെയിൻലി കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് കള്ളറ്റ് ആഡ് ചെയ്യുന്നതിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈം നമ്മുടെ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടോ? മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ്സിൽ ലൈം ഉണ്ടോ? ഉണ്ട്. ഇതെന്തൊക്കെയായിരിക്കും എന്നാ ഗ്ലാസ്സിന് കൊടുക്കുന്നത്? ഹാർഡ്നെസ് അല്ലെങ്കിൽ ടഫ്നെസ് കൊടുക്കും ഗ്ലാസ്സിന്, പെട്ടെന്ന് പൊട്ടിപ്പോകാതെ. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ടൈൽ വിത്ത് മാർബിൾ ചിപ്സ് ദ സർഫസ്. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ടൈൽ with marble chips on the surface are known as mosaic tile, granite tile, lime tile, marble tile. Precast concrete tile with marble chips on surface, ഇതിനെയാണ് mosaic tile എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ചെറിയ റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ പീസസ് കളേർഡ് സ്റ്റോണിന്റെ, മാർബിൾ ചിപ്സിന്റെ, ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇതിന്റെ മാനുഫാക്ചറിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന മൊസൈക് ടൈൽ നമ്മൾ മോസ്റ്റ് കോമൺലി എവിടെ ഉപയോഗിക്കാം? ഫ്ലോർ ആൻഡ് വാൾ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി unvented heaters in bedroom and sleeping room. Improve the efficiency of heater. Do not affect human health. It causes asphyxiation, carbon monoxide, poisoning and death. Are good aesthetically and for human health. എന്താണ് ഈ അൺവെന്റഡ് ഹീറ്റർ എന്ന് ഉദ്ദേശിക്കുന്ന? അൺവെന്റഡ് ഹീറ്റിംഗ് അപ്ലയൻസ് എന്ന് പറയാം. അതായത് വെന്റ് ഫ്രീ അപ്ലയൻസ്, ഇതിനെയാണ് അൺവെന്റഡ്. കണ്ടോ, വെന്റ് ഫ്രീ അപ്ലയൻസിന്, അല്ല ഇപ്പൊ ഇവിടെ ഹീറ്റർ ആണെങ്കിൽ വെന്റ് ഫ്രീ ആയിട്ടുള്ള ഹീറ്ററിനെയാണ് അൺവെന്റഡ് ഹീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അതിന് ചിമ്മിനി കാണത്തില്ല, ചിമ്നി വെന്റ് കാണത്തില്ല. ഇറ്റ് ഹാസ് നോ ചിമ്നി വെന്റ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഓപ്ഷൻ എന്ത് പറയും? ഇങ്ങനെ അൺവെന്റഡ് ഹീറ്റേഴ്സ്, ഇത് ഇറ്റ് കോസസ് ആസ്ഫൈക്സിയേഷൻ, കാർബൺ മോണോക്സൈഡ്, പോയിസണിങ് ആൻഡ് ഡെത്ത്. ഇതൊരിക്കലും നമ്മൾ സ്ലീപ്പിംഗ് റൂമിലോ ബാത്റൂമിലോ ടോയ്ലറ്റ് റൂമിലോ അല്ലെങ്കിൽ സ്റ്റോറേജ് ക്ലോസറ്റിലോ സർജിക്കൽ റൂമിലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അതായത് ഇത് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങിന് കാരണമാകുന്ന ഒരു കാരണമാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഈ ഒരു സ്ലൈഡ് ക്ലോസ് ചെയ്യാണ്. താങ്ക് യു. ക്ലാസ് കഴിഞ്ഞു.